നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള അരിമുറുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ അതിനകത്ത് നമുക്ക് 1 കപ്പ് ഉഴുന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിന് ശേഷം ഒരു 2.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച ഉഴുന്ന് ചേർത്ത് 1 ടീസ്പൂൺ നെയ്യും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ എള്ളും ജീരകവും ചേർത്ത് കൊടുത്തിട്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഒന്നിച്ച് ഒഴിക്കാതെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. എന്നാലും കറക്റ്റ് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുള്ളൂ. ഇനി സേവനാഴിയിലേക്ക് ഇട്ട് പ്രസ് ചെയ്തെടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് അത് തിളപ്പിക്കാം. അല്ലെങ്കിൽ വെളിച്ചെണ്ണ തിളച്ചു വരാൻ സമയമെടുക്കും. അപ്പം ഇനി നമുക്ക് സേവനാഴി എടുത്ത് അതിനകത്തേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് പ്രസ് ചെയ്ത് റൗണ്ട് ഷേപ്പിൽ നമുക്ക് പ്രസ് ചെയ്തെടുക്കാം. നമ്മുടെ മക്കൾ സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ബേക്കറി ഫുഡ്സും അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സൊക്കെ കൊടുക്കണേലും നല്ലത് നമുക്കിതുപോലെ അരിപ്പൊടി കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടോ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് കൊടുക്കാനും പറ്റും. അവരുടെ വിശപ്പും മാറി കിട്ടും. അതുപോലെ നല്ല വെളിച്ചെണ്ണയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ ദോഷഫലങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മുറുക്കുകൾ ഓരോന്നായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ആവാതെ നോക്കണം, എന്നാലേ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ മുറുക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള മുറുക്കാണ്. അപ്പം നമുക്ക് എൻജോയ് ചെയ്യാം.